പാലക്കാട് ഒറ്റപ്പാലത്തെ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെയും ശ്രീനിവാസൻ വധക്കേസിലെയും പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ പ്രദേശമാണ് ഒറ്റപ്പാലം. അതുകൊണ്ട് തന്നെ റെയിൽവേ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വച്ച സംഭവത്തിൽ ഭീകരവാദ ബന്ധം സംശയിക്കുന്നുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ലക്കിടി റെയിൽവേ സ്റ്റേഷനുമിടയിൽ മായന്നൂർ പാലത്തിന് സമീപം റെയിൽവേ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. പാലത്തിൻ്റെ 5ഓളം ഭാഗത്ത് ഇരുമ്പ് ക്ലിപ്പുകൾ വെച്ച നിലയിലായിരുന്നു. പാലക്കാട് ഭാഗത്തേക്ക് കടന്നുപോയ മെമുവിലെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പാളത്തെയും കോൺക്രീറ്റ് സ്ലിപ്പറിനെയും ബന്ധിപ്പിക്കുന്ന 5 ER ക്ലിപ്പുകൾ കണ്ടെത്തിയത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെയും ശ്രീനിവാസൻ വധക്കേസിലെയും പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ പ്രദേശമാണ് ഒറ്റപ്പാലം. അതുകൊണ്ട് തന്നെ ട്രെയിൻ അട്ടിമറിക്ക് പിന്നിലെ തീവ്രവാദ ബന്ധമുൾപ്പെടെ അന്വേഷിക്കണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ഇന്നലെ ഒറ്റപ്പാലത്തിനും ലക്കിടിക്കുമിടയിൽ റെയിൽവേ പാളത്തിൽ ട്രെയിൻ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ചില ക്ലിപ്പുകൾ ഇട്ടതായിട്ട് നമ്മൾ കാണാൻ കഴിയും. അത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കോയമ്പത്തൂർ സ്ഫോടന കേസിലും അതേപോലെ തന്നെ ശ്രീനിവാസൻ കൊലപാതകത്തിൻ്റെ പ്രതികളും തമ്പടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്, ഭീകരവാദികൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഒറ്റപ്പാലത്ത്. ഇത് ബോധപൂർവമുള്ള ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് ഞങ്ങൾ കരുതുക. അതുകൊണ്ട് ഒറ്റപ്പാലത്ത് ഈ നടന്നിട്ടുള്ള സംഭവത്തെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായുള്ള അന്വേഷണം നടത്താൻ കേരള പോലീസും അതുപോലെ തന്നെ RPF തയ്യാറാവണം. RPF ഓൾറെഡി തയ്യാറായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേരള ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നേരത്തെ ഇതേ പ്രദേശത്ത് വെച്ച് തീവണ്ടിക്ക് നേരെ കല്ലേറും ഉണ്ടായിട്ടുണ്ട്. കേരള പോലീസും RPFും പ്രദേശത്തെത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രദേശത്ത് CCTV ക്യാമറകൾ ഒന്നുമില്ല എന്നതും അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. ജനം, പാലക്കാട്.